നർത്തകനും നടനുമായ ആർ.എൽ.വി രാമകൃഷ്ണനെ അധിക്ഷേപിച്ച കലാമണ്ഡലം സത്യഭാമ വ്യാപക വിമർശനമാണ് അന്ന് നേരിട്ടത്. പിന്നീട് മാധ്യമങ്ങൾ മുന്നിലും സത്യഭാമ തന്റെ വാദം ന്യായീകരിക്കാൻ ശ്രമിച്ചു. അന്ന് ഡബ്ബിംഗ് ആർട്ടിസ്റ്റായ ഭാഗ്യലക്ഷ്മി അവർക്കെതിരെ ചാനൽ ചർച്ചയായി സംസാരിച്ചു. അന്നുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ച് തന്റെ യൂട്യൂബ് ചാനലിൽ കലാമണ്ഡലം സത്യഭാമ സംസാരിക്കുന്നുണ്ട്. ആ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. അന്നത്തെ വിവാദത്തിൽ മാധ്യമങ്ങൾക്ക് മറുപടി കൊടുത്ത ശേഷം രാത്രിയായപ്പോൾ 24 ചാനലിൽ നിന്ന് വിളിച്ചു. ഒരു ലൈവ് വരാമോ എന്ന് ചോദിച്ചു. സ്റ്റുഡിയോയിലൊന്നും ഞാൻ വരില്ല. എന്റെ വീട്ടിൽ നിങ്ങളത് എടുത്തോ എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ 2 പയ്യന്മാർ ഇവിടെ വന്നു. ഞാൻ ലൈവിൽ വന്നു. അതൊരു ഗസ്റ്റ് ഭാഗ്യലക്ഷ്മിയാണ്. ഒരു ഗസ്റ്റ് ധന്യരാമൻ. ഗോപികൃഷ്ണനായിരുന്നു അവതാരകൻ. ഗോപികൃഷ്ണൻ എന്നോട് ഓരോന്നായി ചോദിക്കുന്നുണ്ട്. ഞാൻ മറുപടി പറയുന്നുമുണ്ട്. ഇതിനിടെ ഭാഗ്യലക്ഷ്മി എന്നെക്കുറിച്ച് അവർ നിർത്തിയിട്ടില്ല. അഹങ്കാരം കണ്ടോ? രാവിലെ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയിട്ട് അവരെ രീതി നോക്ക് എന്ന് പറഞ്ഞു. നിർത്തടി എന്ന് ഞാൻ പറഞ്ഞു. ഒരുത്തന്റെ വീട്ടിൽ കയറി വന്ന് കരിയോയിൽ ഒഴിച്ച് മറന്നോ എന്ന് ഭാഗ്യലക്ഷ്മി ഞാൻ ചോദിച്ചു. ഇത് പുള്ളിക്കാരി പ്രതീക്ഷിച്ചില്ല. പിന്നെ മിണ്ടിയില്ല. അവിടെ ഇരുന്നു. എന്നെ ഭാഗ്യലക്ഷ്മിക്ക് അറിയില്ല. അറിയാത്ത ആൾ ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? ഭാഗ്യലക്ഷ്മി എന്തായാലും എന്നേക്കാളും പ്രായം കുറഞ്ഞതാണ്. അത് പോട്ടെ, സത്യാവസ്ഥ അറിയാതെ പറയരുത്. മാധ്യമപ്രവർത്തകൻ ചോദിച്ചതിന് മറുപടിയാണ് ഞാൻ പറഞ്ഞത്. ഭാഗ്യലക്ഷ്മി എല്ലാ ചാനൽ ചർച്ചയിലും പോകാറുണ്ട്. എന്റെ തൊഴിൽ അതല്ല. കാൽ കാശിന് പണം തരില്ല. അറിയാത്ത ആളെക്കുറിച്ച് എന്ത് അഹങ്കാരം എന്ന് ഭാഗ്യലക്ഷ്മി പറയാൻ പാടുണ്ടോന്ന് സത്യഭാമ ചോദിച്ചു. നേരത്തെയും ഭാഗ്യലക്ഷ്മിക്കെതിരെ ഇവർ സംസാരിച്ചിട്ടുണ്ട്. എന്റെ മരുമകളുടെ താലി പൊട്ടിച്ചതിന് ഇവരെ കയ്യിൽ തെളിവുണ്ടോ? ഇവർ വല്ലതും കണ്ടോ? അതിന് ചാനൽ ചർച്ചയിൽ വന്നിരുന്ന ഇവളുമാർ എന്ത് കാര്യം? ഈ പറഞ്ഞ അവളുമാരുടെ പല കേസുകളും നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. താലി പൊട്ടിച്ചു, ഇറക്കി വിട്ടു എന്നൊക്കെ പറഞ്ഞാൽ എന്നെ അറിയാൻ ആരും വിശ്വസിക്കില്ല. എന്നെ അറിയാവുന്ന 2 പേർ വന്നിരുന്നു പറഞ്ഞു. അതിനുള്ള മറുപടി അന്നേ കൊടുത്തിട്ടുണ്ടെന്നും സത്യഭാമ പറഞ്ഞു. അതിന് ഞാൻ അപ്പോൾ കൊടുത്തിട്ടുണ്ട്. എന്നെ ഭാഗ്യലക്ഷ്മിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ എന്തിന് എന്നെ പറയണം? എന്റെ കേസിനെ സംബന്ധിച്ച് എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. എന്റെ മോനെയും മരുമകളെയും പെണ്ണിനെയും വലിച്ചിഴക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് സത്യഭാമ പറഞ്ഞു.